ഇനി ഇതൊന്നും കൂടാതെ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവർ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് ഒരു ഓഫർ വരുമ്പോൾ മീറ്റിയോർസ് നമുക്കൊരു 4 സ്റ്റോക്ക് ഉണ്ട്. ഏറ്റവും കൂടിയ എഡിഷൻ, സസ്പെൻഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എഡിഷൻ ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ കൂടുതലും മൈലേജ് സെക്ഷൻ വണ്ടികളും NS-കളും ഒരു 150-200 സെക്ഷൻ ആണ് ഇത് വരുന്നത്. വേറൊരു ഓഫർ വണ്ടി കളർ ഡിസ്പ്ലേ വരുന്ന വെറും 8000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന ഈ വണ്ടിയാണോ? ഈ വണ്ടി വെറും 99,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 3000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 69,000 രൂപയ്ക്ക് ഒരു ഡ്യൂക്ക് വരട്ടെ. അതെവിടെ ഇരിക്കണം? എക്സ്പൾസുകൾ ഇഷ്ടംപോലെ ഒക്കെ 1000 കിലോമീറ്റർ ഓടിയ വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. അതേ വേറൊരു ഓഫർ വണ്ടി 2020 മോഡല് വണ്ടികളാണ്. ഏകദേശം ഒരു 50,000 തൊട്ട് 68,000 രൂപ വരെ വരുന്ന പുത്തൻ സ്പ്ലെൻഡറും CD ഡീലക്സും HF ഡീലക്സ് ഒക്കെ ആയിരിക്കുന്നത്. അപ്പൊ നമ്മള് അടുത്ത ഫ്ലോറിൽ ഇവിടെ എങ്ങനെ മൊത്തം സ്കൂട്ടേഴ്സ് ഉണ്ട്, കുറച്ച് ബൈക്സ് ഉണ്ട്. ഹാർലി ഫാറ്റ് ബോബ് ഇരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഓഫർ ആണത്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണാം, ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ഡെലക്സ് മോട്ടോറാഡ് 02 ആണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? മെട്രോ തൂണിന്റെ നമ്പർ 172ന്റെ മുന്നിൽ മുട്ടം മെട്രോ സ്റ്റേഷൻ അടുത്തായിട്ടാണ് വരുന്നത്. എറണാകുളം ജില്ലയിലാണ് വരുന്നത്. നമ്മുടെ കമന്റ് സെക്ഷനിൽ റീസെന്റ് കണ്ടായിരുന്നു, നമ്മൾ ലൊക്കേഷൻ പറയുന്നില്ല, ഷോപ്പിന്റെ നമ്പർ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ലൊക്കേഷൻ നമ്മൾ തുടക്കത്തിലും അവസാനത്തിലും പറയുന്നുണ്ട്. പിന്നെ ഷോറൂമിന്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. അപ്പൊ അതൊന്നും ഞാൻ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ലൊക്കേഷൻ വരുന്ന ആള് പറഞ്ഞ പോലെ എറണാകുളം ജില്ലയിലാണ് വരുന്നത്. ഡെലക്സ് മോട്ടോറാഡ് എന്ന ഷോപ്പിന്റെ പേര് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ ഷോപ്പാണ് അല്ലേ? എന്താണ് ഇന്നത്തെ പ്രത്യേകത? നമുക്ക് അത്യാവശ്യം നല്ല ഓഫറിൽ വണ്ടി കൊടുക്കാൻ സാധിക്കും. അകത്തോട്ട് വന്നാൽ അപ്പൊ കിടിലൻ ഓഫറാണോ? നല്ല കിടിലൻ ഓഫറുള്ള കുറച്ച് വണ്ടികളുണ്ട്. കുറച്ച് വണ്ടികൾ കിടിലൻ. അപ്പൊ മറ്റു വണ്ടികൾക്ക് ഓഫർ ഇല്ല എന്നാണോ പറയുന്നത്? എല്ലാത്തിനും നല്ല കിടിലൻ ഓഫറുകളുണ്ട്. ആദ്യം നമുക്ക് ഹാർലി തുടങ്ങിയാലോ? ക്യാമറ വരട്ടെ. ഹാർലി 2014 മോഡലാണ്. ഈ വണ്ടിയുടെ ക്വാളിറ്റി നോക്കി പറയാം. നല്ല വണ്ടിയാണ്, ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ്. ഒരു ബോഡി സ്ക്രാച്ചോ കാര്യങ്ങളോ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. അത്രയും ഹൈ ക്വാളിറ്റി ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീസെന്റ് ഫുൾ സർവീസ് കഴിഞ്ഞിട്ട് കസ്റ്റമർ തന്നെ. നമ്മുടെ റേറ്റ് 2,79,000 രൂപ മാത്രം. ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോ അടുത്ത MT ആണോ? ഇവിടുന്നൊക്കെ തുടങ്ങണം. ഇതിന് വില പറഞ്ഞില്ലേ? 2,79,000. ഫിനാൻസ് കിട്ടുമായിരുന്നോ? ഫിനാൻസ് കിട്ടത്തില്ല. ഓക്കെ. ഇങ്ങോട്ട് വരുമ്പോ മീറ്റിയോർസ് നമുക്കൊരു 4 സ്റ്റോക്ക് ഉണ്ട്. 2022, 23 ഒക്കെയാണ് ഇരിക്കുന്നത്. 4 കളർ. അതെ. ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 22 മോഡലിനൊക്കെ ഒരു 1,65 ആണ് നമ്മുടെ റേറ്റ് വരുന്നത്. 1,65. 23 മോഡലിന് നമുക്കൊരു 1,70,70,000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. എത്ര ഡൗൺ പേയ്മെന്റ് ഒരു 30,000 രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം. BMW RR. BMW നമുക്കിത് 2,70,75,000 രൂപയ്ക്ക് കൊടുക്കാം. 2,70,75,000 രൂപയ്ക്ക്. എത്ര ഫിനാൻസ്? ഏകദേശം 2,20,000 രൂപയൊക്കെ കിട്ടും. 50,000 BOT എഡിഷൻ ആണ്. ഏറ്റവും കൂടിയ എഡിഷൻ, സസ്പെൻഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എഡിഷൻ ആണ്. നമുക്കൊരു 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. 2,20,000 കൊടുക്കാം. 1000 കിലോമീറ്റർ ഓടിയ RC 390. വെറും 1000 കിലോമീറ്റർ ഓടിയ RC 390 നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപയാണ് വരുന്നത്. ഈ സാധനം ട്രയംഫിന്റെ തണ്ടർബേർഡ് ആണ് ഇരിക്കുന്നത്. ഈ വണ്ടി നമുക്കൊരു 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5.5 ലക്ഷം? അതെ. ഏതാ മോഡല്? 2014 മോഡലാണ് ഇരിക്കുന്നത്. 2014 മോഡലാണ്. 5.5 ലക്ഷം അല്ലേ? 5.5 ലക്ഷം. നമ്മളിപ്പോ ഈ ഷോറൂമിൽ ഇപ്പൊ കൂടിയ വണ്ടി ഇതാണോ? അല്ല, ഹാർലി ഇരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കണ്ടല്ലോ, കണ്ടില്ലല്ലോ. ഏതാ മോഡല്? ഹാർലി ഫാറ്റ് ബോബ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒരു 9.25 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5,000 കിലോമീറ്റർ. ഫിനാൻസ് കിട്ടില്ലേ? ഫിനാൻസ് കിട്ടും. ഇനിയിപ്പോ അകത്തേക്ക് പോവാ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ ചോദിക്കാനും പറയാനും മറന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ആളുടെ പേര് ഞാൻ പറയാൻ മറന്നു. എല്ലാവർക്കും അറിയാം, അച്ചു ബ്രോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫസ്റ്റ് പറയണ്ടായിരുന്നു, ആ ഒരു എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് വിട്ടുപോയതാണ്. അപ്പോ ഇങ്ങോട്ട് ട്രയംഫ് സ്പീഡ് 400 ഉണ്ട്. പുത്തൻ വണ്ടികൾ 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,40,000 രൂപ. എത്ര കിലോമീറ്റർ ഉണ്ടാവും? 7,000 കിലോമീറ്റർ. ഹിമാലയൻ 2021, 22 ഒക്കെ ഇരിക്കുന്ന 2 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടിയാണ് ഇരിക്കുന്നത്. 2,10,000, 2,28,000 രൂപയാണ്.
ഓക്കെ, എത്ര ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യത? ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് സ്വന്തമാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓഫർ ഇട്ടേക്കുന്ന എല്ലാം കംപ്ലീറ്റ് KTM വണ്ടികൾക്കാണ്. ഡ്യൂക്കുകൾക്കാണോ മൊത്തം? കൂടുതൽ ഓഫർ ഇട്ടേക്കുന്നത്. ഓക്കെ, എന്താണ് ഓഫർ നമുക്ക് പറയാം? നമുക്ക് RC 200 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി, മീറ്ററും കാര്യങ്ങളെല്ലാം വർക്കിംഗ്, പക്ക ക്വാളിറ്റി വണ്ടി. ഈ വണ്ടിയാണോ? ഈ വണ്ടി നമുക്ക് 99,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 മോഡല്, വെറും 99,000 രൂപയ്ക്ക് കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ് ആണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ RC ആണെങ്കിലോ? ഈ RC ആകുമ്പോൾ നമുക്കൊരു 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. 1,20,000 രൂപ. 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഏതായിരുന്നു മോഡല്? 2017. 2019 2019 RC വേണമെങ്കിൽ നമുക്ക് 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. 1,20,000 ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അതുപോലെ ഇങ്ങോട്ട് ഓഫർ വണ്ടി കളർ ഡിസ്പ്ലേ വരുന്ന വെറും 8,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന V4 M എഡിഷൻ. ഓക്കെ, നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. 7,600 കിലോമീറ്റർ, 7,629 കിലോമീറ്റർ ഓടാൻ വേണ്ടി 2000 പുത്തൻ വണ്ടി. 1,49,000 രൂപയ്ക്ക് കൊടുക്കാം. 1,49 വരുന്ന വണ്ടി. ഓക്കെ, 1,49 7,000 ഓടിയ വണ്ടിക്ക് എത്ര ഫിനാൻസ്? ഒരു 10-30 രൂപ മതിയാന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു 30,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഡ്യൂക്ക് 390s 250s ഒക്കെ ഇരിക്കുന്നത്. വെറും 3,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഫൈനൽ ഒരു 2,10,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടികളാ 390 ഒക്കെ നമുക്കൊരു 3 ലക്ഷം രൂപ താഴെ കൊടുക്കാൻ പറ്റും. 390 അതെ. ഈ 390 ആകുമ്പം 2,75,000 രൂപ. വൈറ്റ് 390 ആകുമ്പം നമുക്കൊരു 2,60,000 രൂപയ്ക്കും കൊടുക്കാം. 2,60,000 രൂപ. ഫിനാൻസ് 69,000 രൂപയ്ക്ക് ഒരു ഡ്യൂക്ക് വരട്ടെ. അതെവിടെ ഇരിക്കണം? ഡ്യൂക്ക് 200 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. വെറും 69,000 രൂപ. വെറും 69,000 രൂപയ്ക്ക് നമുക്ക് ഡ്യൂക്ക് കൊടുക്കാൻ പറ്റും. ഫിനാൻസ് കയറോ? ഫിനാൻസ് കിട്ടത്തില്ല, 16 കിട്ടത്തില്ല. 17 മുതലുള്ള റെഡി ക്യാഷ് 69,000 രൂപയ്ക്ക് ഡ്യൂക്ക് 200. കിടിലം വണ്ടിയാണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ക കണ്ടീഷൻ വണ്ടി. സെറ്റപ്പ്. 2022 മോഡൽ നമുക്കൊരു 1,40,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നല്ല കിടിലം V3 വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വണ്ടി. കിടിലം V3 ഇരിക്കുന്നുണ്ട്. നമുക്കൊരു 1,15,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 1,15. ജാവ 2023 1,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 1,20,000 ജാവ ആണെങ്കിൽ. അപ്പൊ ഈ V4 ഒക്കെ V4കളെല്ലാം ഈ പറഞ്ഞ പോലെ 2023 വണ്ടിയൊക്കെ ഒരു 1,28,000, 2022 വണ്ടിയൊക്കെ 1,20,000 ആ ഒരു റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ പുത്തൻ വണ്ടിയൊക്കെ നമുക്ക് ഒരു 1,29,000 രൂപയ്ക്ക് ഇത് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഈ വണ്ടി മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു 1,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫൈനൽ തരാം. 1,20,000 കൊടുക്കാം. എക്സ്പൾസുകൾ ഇഷ്ടമായിരിക്കുന്നുണ്ടല്ലോ. ഒക്കെ 1000 കിലോമീറ്റർ ഓടിയ വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. 1000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് നമുക്ക് ഒരു 1,49,000 രൂപ വരും. 2024 മോഡൽ റെഡ് കളർ വണ്ടിയെ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1,30,000 രൂപയ്ക്ക് 24 മോഡൽ തരാൻ സാധിക്കും. ബ്ലൂ ആണെങ്കിലോ? ഒരുപാട് ആക്സറീസ് കയറ്റിയ വണ്ടി 24 മോഡലാണ്. ഇതിന് നമുക്ക് ചോദിക്കുന്ന വില 1,40,000 കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ആക്സറീസ് ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ട. ഒരു ടൂർ പോകാനുള്ള എല്ലാ സംഭവവും ഇതിനകത്ത് ആഡ് ചെയ്ത് മൊത്തം ഉണ്ട്. ബാക്കിലോട്ട് പോകുമ്പോൾ സ്ക്രാംബ്ലർ 1,25,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2022 മോഡല് നിസാര കിലോമീറ്റർ ഓടിയേക്കുന്ന സ്ക്രാംബ്ലർ. ഒരു 3 എക്സ്പൾസ് കൂടി ഉണ്ടല്ലോ അവിടെ. അതൊക്കെ ഏതൊക്കെ മോഡലാണ് വരുന്നത്? നമ്മുടെ റേറ്റ് വരുന്നത് ഒരു എക്സ്പൾസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 79,000 രൂപ തൊട്ടാണ്. 2021 മോഡല് 79,000 രൂപ നമുക്കുണ്ട്. വണ്ടി കാണിച്ചു തരാം. ഇതൊക്കെ ആ പറഞ്ഞ ഒരു റേറ്റ് തന്നെ. നമുക്ക് അധികം റേറ്റ് ഒന്നും വരുന്നില്ല. 1 രൂപ താഴെ വരുന്ന വണ്ടികളാണ് ഇതൊക്കെ ഇരിക്കുന്നത്. മോജോ ഇപ്പൊ അഡ്വാൻസ് ആയില്ലേ? ജാവ വരുമ്പോ നമുക്കൊരു 96,000 രൂപയ്ക്ക് ഈ വണ്ടി ഫൈനൽ കൊടുക്കാം. വെറും 96,000 രൂപ. SD റോഡ്സ്റ്റർ നമുക്ക് ഒരു 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. അല്ലാതെ ഫിനാൻസ് കിട്ടുന്നുണ്ടോ? ഫിനാൻസ് കിട്ടും. ഏകദേശം ഒരു 20,000 25,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടികളെല്ലാം തന്നെ നമുക്ക് ഇറക്കാൻ സാധിക്കും. BMസിന്റെ കേസ് പറയുകയാണെങ്കിലോ? ഇപ്പൊ BMസിന്റെ കേസ് വേറൊരു ഓഫർ വണ്ടി 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 1,99,000 രൂപ. GS 310 1,99,000 രൂപയ്ക്ക് കംപ്ലീറ്റ് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വണ്ടി. 1,99,000. ഓക്കെ, ഇത് രണ്ടുമാണെങ്കിലും ഈ രണ്ട് വണ്ടി നമുക്കൊരു 2,70,000 രൂപ റേഞ്ച് വരുന്ന വണ്ടികളാണ്. ഈ വൈറ്റ് വണ്ടി വരുമ്പം 2,85,000 രൂപ വരും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് മൊത്തം എത്ര ഫ്ലോർ ഉണ്ട് ഷോപ്പ്? നമുക്ക് ടോട്ടൽ 5 ഫ്ലോർസ് ആണ്. 3 ഫ്ലോർസ് ഉണ്ട്.
ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ മേളിൽ കസ്റ്റമർ ലോഞ്ച് അല്ലേ? കസ്റ്റമർ ലോഞ്ച്. ഇതിന്റെ താഴെ 2 ഫ്ലോർ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് മൈലേജ് വണ്ടികൾ സ്കൂട്ടേഴ്സ് ആയിരിക്കുന്നുണ്ടല്ലേ? നമ്മള് ഇവിടെ ഒരുപാട് V4കളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. 23 ഇത്രയും ക്വാളിറ്റി വണ്ടിയൊക്കെ 23 മോഡലിന് നമുക്ക് വരുന്ന റേറ്റ് 1,29,000 രൂപ മാത്രമാണ്. 2023 മോഡല്. അതുപോലെ 24 മോഡല് V3ക്ക് നമ്മുടെ റേറ്റ് വരുന്നത് 1,37,000 രൂപ മാത്രം കേട്ടോ. EMT-കൾക്കും നമ്മുടെ പഴയ ഷോറൂമിലെ ഓഫർ ഉണ്ടോ? ആ ഒരു റേറ്റ് തന്നെ ഇവിടെ. ഏതൊക്കെ മോഡൽസ് വരുന്നത്? MT 22, 23, 24കളായിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് എത്ര വരും? സ്റ്റാർട്ടിങ് വരുന്നത് 22 മോഡലിനൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് 1,35,000 രൂപ റേഞ്ച്. 1,35,000 ചെയ്യാം. ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് 25 ഇറക്കാൻ പറ്റുന്നതാണ്. സ്വന്തമാക്കാൻ. ഇനി 2 ഫ്ലോർ കൂടെ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മള് അടുത്ത ഫ്ലോറിലേക്ക് വന്നല്ലേ? അതെ. ഗ്രൗണ്ട് ഫ്ലോർ. ഇതിന് താഴത്തൊരെണ്ണം കൂടി ഉണ്ടല്ലേ? ഇതിന് താഴത്തൊരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിന് വരാൻ വേണ്ടി നമുക്ക് ലിഫ്റ്റും കാര്യങ്ങളെല്ലാം ലിഫ്റ്റ് ഉണ്ട് അവിടെ. ഈ വഴി നമുക്ക് വണ്ടിയെല്ലാം കൊണ്ടുപോകാം. അതെ. അപ്പൊ ഇവിടെ വരുമ്പോ കൂടുതലും മൈലേജ് സെക്ഷൻ വണ്ടികളും NS-കളും 150-200 സെക്ഷനാണ് ഇത് വരുന്നത്. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? FC 2024 മോഡല് നമുക്കൊരു 95,000 രൂപയ്ക്ക് 24 മോഡൽ കൊടുക്കാൻ. മോഡല് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ആകുമ്പോൾ നമുക്ക് 1,10,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 250 അഡീഷണൽ. പിന്നെ TVS-ന്റെ സ്പോർട്ട് പുത്തൻ വണ്ടി 9,000 ഓടിയ വണ്ടി 56,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. പുത്തൻ വണ്ടി കേട്ടോ. ഡൗൺ പേയ്മെന്റ് ഈ RTR ഒക്കെ ആകുമ്പോൾ ഒരു 55-57 ആ റേഞ്ച് നമുക്ക് കൊടുക്കാം. മോഡൽസ് ഏതൊക്കെ വരുന്നത്? 19 മോഡലൊക്കെ ഒരു 55-57 മോഡല് 55 കുറച്ച് RTR ഇരിക്കുന്നുണ്ട്. RTR വേണ്ട. ഈ റെഡ് RTR ആണെങ്കിൽ നമുക്ക് വെറും ഒരു 47,000 രൂപയ്ക്ക് തരാൻ സാധിക്കും. 47,000. 200 ഒക്കെ വരുമ്പോൾ നമുക്ക് RTR 200-നൊക്കെ ഒരു 55 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 55, ഇത് 84, ഇതൊരു 95 രൂപ. ഏതൊക്കെ മോഡൽസാ വരുന്നത്? നമുക്ക് എല്ലാം ഒരു 21, 22 മോഡൽസ് ആണ്. അതുപോലെ ബുള്ളറ്റ് ഒക്കെ വരുമ്പോൾ 1,69,000 രൂപ പുതിയ എഡിഷൻ വണ്ടി. 24 മോഡൽ ആകുമ്പോൾ 1,70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 170. ഇങ്ങോട്ട് വരുമ്പോൾ 500 ഒക്കെ ആകുമ്പോൾ ഒരു 88 രൂപ. 2018 തണ്ടർബേഡ് ആകുമ്പോൾ ഒരു 87 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കളറാണ് ഇതിന്റെ കിടിലൊരു വണ്ടി 2017 വണ്ടി 500 ആണ്. 90 രൂപ. ഇതാണെങ്കിൽ കിടിലൻ സാധനം, കിടിലൻ കളർ. ഈ വണ്ടി നമുക്ക് തണ്ടർബേഡ് X ആണ്. 2018 മോഡല് 88,000 രൂപയ്ക്ക് കൊടുക്കാം. 88,000. പിന്നെ RS ഇരിക്കുന്നുണ്ടല്ലോ. RS 200 ഒക്കെ റെഡ് വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 1,05,000. 2017 മോഡലിനൊക്കെ നമുക്കൊരു 74,000 രൂപയ്ക്ക് 2017 കൊടുക്കാം. 74,000. NS 200 2023 ഒരു 1,17,000 രൂപയ്ക്ക് കൊടുക്കാം. NS 125 നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80,000. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ NS 200 നമുക്കൊരു 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 20,000 കിലോമീറ്റർ വണ്ടിയാണ്. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആണ്. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ്. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. NS 200 നമുക്ക് ഒരു 60,000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ. 60,000 കൊടുക്കാം. ഇങ്ങോട്ട് വരുമ്പോ യൂണിക്കോൺ ഇരിക്കുന്നുണ്ട്. യൂണിക്കോൺ ഒരു 35 രൂപയ്ക്ക് കൊടുക്കാൻ. 2014 മോഡൽ വരുന്നത് 2014 മോഡലാണ്. 2022 ഡൊമിനാർ നമുക്കൊരു 135 രൂപ റേഞ്ചിൽ കൊടുക്കാം. 2017 മോഡൽ ഡൊമിനാർ 2018 മോഡലാ നമുക്കൊരു 98,000 രൂപയ്ക്ക് കൊടുക്കാം. അവഞ്ചറൊക്കെ ഒരു 45,000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ സാധിക്കും. സ്കൂട്ടേഴ്സ് ഒക്കെ താഴെ അതുപോലെ ജിക്സർ നമുക്കൊരു 78 രൂപ 88 രൂപ ആ റേഞ്ചിൽ 22 മോഡൽസ് ഒക്കെ കൊടുക്കാം. അതുപോലെ 220 4 ഇരിക്കുന്നുണ്ട്. 2019 നമുക്കൊരു 59 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. 19 മോഡലിന് 59 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. 10-20 രൂപ 15 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് NS 2 കീവേ ഇരിക്കുന്നുണ്ട്. വെറും 49,000 രൂപയ്ക്ക് 49,000 രൂപയ്ക്ക് റെഡ് വണ്ടിയും 69,000 രൂപയ്ക്ക് ബ്ലാക്ക് വണ്ടിയും കൊടുക്കാൻ സാധിക്കും. ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. വണ്ടികളാണ് ഏകദേശം ഒരു 50,000 തൊട്ട് 68,000 രൂപ വരെ വരുന്ന പുത്തൻ സ്പ്ലെൻഡറും CD ഡീലക്സും HF ഡീലക്സ് ഒക്കെ ഇരിക്കുന്നത്. ഒരു 10-15 ഡൗൺ പേയ്മെന്റ് നമുക്ക് മൈലേജ് വില സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാത്തേന്ന് വെച്ചാൽ ഇത്രയും എല്ലാ വണ്ടിയും കൂടെ പറഞ്ഞ് ആ ഒരു ടൈമിൽ തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം കൂടെ പറയാതെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ പേജിൽ ഉണ്ടാവില്ലേ? 2022 ഏകദേശം ഒരു 49 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഡീറ്റെയിൽസ് പേജിൽ ഉണ്ടാവില്ലേ? എല്ലാം പേജിലുണ്ട്. മൈലേജ് വണ്ടികള് CT ഒക്കെ നമുക്ക് ഒരു 60,000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ. 24 മോഡൽസ് CT ഒരു 58,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021-22 മോഡല് 24 മോഡലൊക്കെ ഒരു
79,000 രൂപ റേഞ്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു 15 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഫിനാൻസിന്റെ ഡോക്യുമെന്റ് ഷൈനൊക്കെ 24 മോഡൽ നമുക്ക് ഒരു 59,000 രൂപയ്ക്ക് കൊടുക്കാം. 59 SP ഒക്കെ ഷൈൻ SP 125 ഒക്കെ നമുക്കൊരു 47,000 രൂപ. ലിവോ ഒക്കെ ഒരു 39,000 രൂപ ഒടുക്കി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് ഒരു 10 തൊട്ട് 15 രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിന്റെ ഡോക്യുമെന്റ് കൂടി ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ പറഞ്ഞിട്ടില്ല, എല്ലാവരുടെയും പറയണോ? ആധാർ കാർഡും പാൻ കാർഡും ATM കാർഡും മാത്രം മതി നമുക്ക് ഫിനാൻസ് അപ്രൂവൽ ആയി കിട്ടാൻ. അത് ഇപ്പം ഏകദേശം ഒരു 12 ഡിസ്ട്രിക്റ്റും ഇത്രയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏകദേശം 90,000 രൂപ വരെയുള്ള ഫിനാൻസിനാണ്. 90,000 രൂപയ്ക്ക് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ വെക്കേണ്ടി വരും. സിവിൽ സ്കോർ പക്ക ആയിട്ടുള്ളവർക്ക് 1,40,000 വരെ നമുക്ക് സ്പോട്ട് അപ്രൂവൽ കൊടുക്കാം. ആധാർ കാർഡും പാൻ കാർഡും ATM കാർഡും 750 വേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് പോയാലോ? ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് സ്കൂട്ടേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് സ്കൂട്ടേഴ്സും കാര്യങ്ങളും കാണാം. അപ്പൊ നമ്മള് അടുത്ത ഫ്ലോറിൽ ഇവിടെ എങ്ങനെ മൊത്തം സ്കൂട്ടേഴ്സ് ഉണ്ട്, കുറച്ച് ബൈക്സ് ഉണ്ട്. 3 ബൈക്ക് ഇരിക്കണ്ടല്ലേ പറയണെങ്കിൽ? ഇതിനകത്ത് റിവോൾട്ട് ഒരു ഓഫർ ഉണ്ടോ? റിവോൾട്ട് നമുക്കൊരു 55 രൂപയ്ക്ക് കൊടുക്കാം. 55 രൂപ. മോഡൽ ഏതായിരുന്നു? 2023 മോഡൽ. ഡൊമിനാർ 22 മോഡൽ 130 കൊടുക്കാം. ഓക്കെ, RR ആണെങ്കിലോ? RR ആകുമ്പോ നമുക്കത് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 മോഡലാണ്. അതുപോലെ വെസ്പ ആകുമ്പം 58 രൂപയ്ക്ക് കൊടുക്കാം. 2019 2 അപ്രിലെ ആകുമ്പം രണ്ടും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 50 വേണ്ട 49 രൂപയ്ക്ക് കൊടുക്കാം. 2 വില ഇരിക്കുന്നുണ്ട്. ഇത് 5,000 ഓടിയ 2032 വരെ വാറന്റി ഉള്ള വണ്ടിയാ. ഇത് നമുക്ക് ഒരു 85 രൂപയ്ക്ക് കൊടുക്കാം. 85 രൂപ. ഈ വണ്ടി നമുക്ക് 2027 വരെ വാറന്റി ഉള്ള വണ്ടിയാ. ഈ വണ്ടി നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. ഒലയ്ക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ ഒലയ്ക്കുള്ളൂ. അവര് നിലവിൽ നിർത്തി വെച്ചേക്കോ. കുറച്ച് ദിവസം കഴിയുമ്പോഴേ അവര് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് കൊടുക്കാം. കുറച്ച് എൻഡോർക്കുകളുണ്ട്. എൻഡോർക്കൊക്കെ നമുക്ക് ഒരു 69,000 തൊട്ട് ഒരു 79,000 രൂപ വരെ. ഏതൊക്കെ മോഡൽ? 22, 23, 24 ആണ്. ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ സാധിക്കും. അതുപോലെ ഫസിനോ 2022 വണ്ടിക്കൊക്കെ ഒരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. 2024 വണ്ടി ഒരു 79,000 രൂപയ്ക്ക് കൊടുക്കാം. റേസ് ഡാർ ആകുമ്പോൾ 2024 ഒരു 77,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ ആക്റ്റീവ സ്മാർട്ട് ഉണ്ട്. വണ്ടി നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. മോഡൽ 2024 വണ്ടി. അതുപോലെ 24 അവനീസ് ഒക്കെ നമുക്ക് ഒരു 79,000 രൂപയ്ക്ക് കൊടുക്കാം. 23 H സ്മാർട്ട് സൂം നമുക്ക് ഒരു 57,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ ഫസിനോയൊക്കെ നമുക്ക് ഒരു 45,000 രൂപയ്ക്ക് 2019 കൊടുക്കാം. ഡിയോ 2019 കാണുമെന്നുണ്ടെങ്കിൽ ഒരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതെല്ലാം 2022 മോഡലാണ് ഡിയോസ് കൂടുതലും ഇരിക്കുന്നത്. ഏകദേശം ഒരു 65,000 67,000 ആ റേഞ്ചാണ് വരുന്നത്. ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് സ്കൂട്ടർ ഏത് വേണേലും ഒരു 10 തൊട്ട് 15 വരെ ഡൗൺ പേയ്മെന്റ് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ മാസ്റ്റർ ഒക്കെ 2018 ഒരു 30 രൂപയ്ക്ക് കൊടുക്കാം. 19 ആകുമ്പോൾ ഒരു 36,000 രൂപയ്ക്ക് കൊടുക്കാം. 22 വണ്ടികളൊക്കെ ആകുമ്പോൾ ഒരു 50,000 52,000 രൂപ റേഞ്ചിൽ കൊടുക്കാം. ഡെസ്റ്റിനി ഒക്കെ ഒരു 38,000. പിന്നെ പുത്തൻ ഡെസ്റ്റിനി പറഞ്ഞ ഇരിക്കുന്നുണ്ട്, അതൊരു 57,000 രൂപയ്ക്ക് കൊടുക്കാം. അതല്ലേ? ജൂപ്പിറ്ററൊക്കെ 2019 മോഡലൊക്കെ നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും. 48,000. പിന്നെ ഒരു വീഗോ ഇരിപ്പുണ്ട്, ഒരു 27,000 രൂപയ്ക്ക് കൊടുക്കാം. ഇന്ന് ഏറ്റവും കുറഞ്ഞ വണ്ടി 27,000 തോന്നുന്നു. അതെ, അത് കുറഞ്ഞത് നിലവിൽ സ്റ്റോക്ക് ഇല്ല. അപ്പൊ കുറച്ച് വണ്ടികളും കൂടെ നമ്മുടെ വണ്ടികളും സ്കൂട്ടറുകളും നമ്മുടെ അതുകൊണ്ട് കണ്ടിട്ട് കാണിച്ചു തരാം. ഇവിടെ സ്കൂട്ടറുകൾ വെച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നൂടെ പറഞ്ഞുതരാം. എന്താ കാര്യം? ഈ പ്രീമിയം യൂസ്ഡ് ബൈക്സ് എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ട് എല്ലാവരും പ്രീമിയം വണ്ടിയാന്ന് വിചാരിച്ചിട്ട് കേറാതെ പോകും. സ്കൂട്ടറൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. അതെ, കാരണം നമ്മുടെ OLX-ലെയും ഇൻസ്റ്റാഗ്രാമിലെ ആർട്സ് കണ്ടിട്ടാ പിന്നെ അവർ വിളിക്കുന്നത്. അയ്യോ നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ പ്രീമിയം ബോർഡ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയിരുന്നു. അപ്പൊ ആ ബോർഡ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രീമിയം മാറ്റിയിട്ട് എന്താ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രീമിയം മാറ്റിയിട്ട് വേറെ ഒന്നും വെക്കാനല്ല, ഈ ചെറുവണ്ടികളുണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മള് കുറച്ച് വണ്ടികളെടുത്ത് പെട്ടെന്ന് കാണുമ്പോ തോന്നില്ല, അതുകൊണ്ട് 59,000 രൂപ. ആക്റ്റീവ 23 മോഡല് 125 ആണ്, ഒരു 75,000 രൂപ. അതുപോലെ എൻഡോർക്കൊക്കെ ഒരു 69,000 രൂപ റേഞ്ച്. ഫസിന് ഒരു 45,000 രൂപ. എൻഡോർക്കൊക്കെ പുത്തൻ വണ്ടി ഒരു 75,000 രൂപ റേഞ്ച്. ഇനി ഇതൊന്നും കൂടാതെ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടൊരു ഓഫർ, സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ള സ്പെഷ്യൽ ഓഫർ എക്സ്പൾസ് പക്കാ കണ്ടീഷൻ, 2 പുത്തൻ ടയർ,
ചെയിൻ സ്പോക്കറ്റ് ഉണ്ടല്ലോ, അതും ഒരു 90% സ്പോക്കറ്റ് എല്ലാം ഉണ്ട്. പക്കാ ക്ലീൻ, ഒരു സ്ക്രാച്ച്, ഹൈ ക്വാളിറ്റി 21 മോഡൽ വണ്ടി. എത്ര 21 മോഡല്, കിലോമീറ്റർ ഓടിയേക്കുന്നത് 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ എവിടെയും കിട്ടാത്ത വിലക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു 79,000 രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കും. എവിടെയും കിട്ടില്ല. ഒരു 15,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്രയും ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടി 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. വെറും 79,000 രൂപയ്ക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഓഫർ ആണ് മാറ്റി വെച്ച്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. അപ്പൊ വേറെ എന്തെങ്കിലും പറയണ്ട നമുക്കിന്ന്? വേറെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ആധാർ കാർഡ്, പാൻ കാർഡ്, ATM കാർഡ് ഒക്കെ മതി. ഫിനാൻസ് വലിയ പ്രൊസീജിയറും കാര്യങ്ങളും ഒന്നും ഉള്ള കാര്യങ്ങളല്ല. ഓക്കെ. ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക് 15 ഡേയ്സ് നമ്മൾ ചെക്കിംഗ് വാറന്റി തരുന്നുണ്ട്. ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുക, ഒരു വണ്ടി എടുത്താലും 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ മുടക്കേണ്ട കാര്യമില്ല, നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ന് സ്കൂട്ടേഴ്സ് ഉണ്ട്, മൈലേജ് വണ്ടികളുണ്ട്, സ്പോർട്സ് ബൈക്കുകളുണ്ട്, പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. നമുക്ക് 2 ഷോറൂം ഉണ്ട്. ഇതിന്റെ ലൊക്കേഷൻ ഏകദേശം 500ഓളം വണ്ടി നമുക്ക് സ്റ്റോപ്പും ഉണ്ട്. ഇതിന്റെ ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ ആലുവ മുട്ടത്താണ് വരുന്നത്. മെട്രോ പില്ലർ നമ്പർ 172 മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് നിയർ ബൈ. അപ്പോൾ മീറ്റർ ചുറ്റളവിൽ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് തൊട്ട് മുന്നിൽ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ഷോറൂം വരുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ കലൂര് കത്രിക്കടവ് റോഡിലെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ റീസെന്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സെക്കൻഡ് ഷോപ്പ് ചെയ്യുമെന്ന്. അതിന്റെ ബേസ് ചെയ്താണ്. അപ്പൊ ഇവിടെ എവിടെയും കൂടി ആള് പറഞ്ഞ പോലെ ഏകദേശം 500ഓളം വണ്ടികളുള്ള ഷോറൂമാണ്. പിന്നെ ഈ ഷോറൂമിന്റെ കേസ് പറയുകയാണെങ്കിൽ ഏകദേശം 5 ഫ്ലോർ അല്ലേ? 5 ഫ്ലോർ ടോട്ടൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഫ്ലോറുള്ള ഒരു ഷോപ്പ് ഒന്നും ഞാൻ അധികം കണ്ടിട്ടൊന്നുമില്ല. ഇല്ലാന്ന് തോന്നല്ലേ? നോർമലി 3 ഫ്ലോർ വരെ വരാറുള്ളൂ ഞാൻ പോയ ഷോറൂമില്. മുകളിലൊരു ഫ്ലോറോട് കസ്റ്റമർ ലോഞ്ചും വരുന്നുണ്ട്. പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കസ്റ്റമേഴ്സ് ഇരിക്കാൻ വേണ്ടി മാത്രമുണ്ട് ഈ ഒരു സെഗ്മെന്റ്, ഈ ഒരു ഫ്ലോർ വരുന്നത്. ഇവിടെ പ്രീമിയം സെഗ്മെന്റ്, താഴത്തെ 2 സെഗ്മെന്റിൽ വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മാത്രം ഏകദേശം 200ഓളം വണ്ടികളുണ്ടെന്ന് തോന്നല്ലേ? അതെ, 200+ വണ്ടികളുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ കേരള ഫിനാൻസ് ഉണ്ടാവും. ഡെലിവറി നമുക്കിപ്പോ ഇല്ലല്ലേ? കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ലെക്സ് മോട്ടോർ 02 എന്നുള്ള ഒരു പേജും കൂടെ ഉണ്ട്. 02-നകത്ത് ഇവിടെയുള്ള കംപ്ലീറ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് 2 പേജ് വരുന്നുണ്ട്. ലെക്സ് മോട്ടോർ എന്നുള്ളതുകൊണ്ട് 02 ഉണ്ട്. 02 അടുത്ത അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അച്ചു ബ്രോ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി എപ്പോഴാണ് കാണാൻ പറ്റുക? അപ്പൊ നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പൊ അതുവരെയും എല്ലാവർക്കും ബൈ.